ഹായ്, ഇതാണ് എൻ്റെ ജേർണലിംഗ് ടൂൾ ബോക്സ്. സോ പ്രിവ്യൂ കണ്ട പോലെ ജേർണലിംഗ് ടൂൾ ബോക്സ് ഓർഗനൈസ് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ഭയങ്കര തപ്പലാണ്. കാരണം എന്താ എവിടെ ഇരിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എല്ലാ ദിവസവും ജേർണലിംഗ് ചെയ്യുന്നത് കാരണമാണ് ഇത് ഇത്രയും എന്താ പറയുക ഗ്ലട്ടറായി കിടക്കുന്നത്. സോ ഐ തോട്ട് ഇന്ന് എന്തായാലും ഈ ടൂൾ ബോക്സ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളത്. ഇതിലാണ് എൻ്റെ ജേർണലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും, എസ്പെഷ്യലി ദ വാഷി ടബ്സ് എല്ലാം ഇരിക്കുന്നത് ഇതിലാണ്. സോ ഇന്നതൊന്ന് നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഫൈനലി എല്ലാം അടുക്കി പെറുക്കി ഒന്ന് ടൂൾ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റീയൂസബിൾ വെട്ടവലാണ്. സോ അത് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഓരോന്നോരോന്ന് ഇതിൽ അടുക്കി വെക്കാം. ഈ ഒരു ബോക്സിൽ ഇതൊരു കൈൻഡ് ഓഫ് പൗച്ച് പോലുള്ളൊരു ബോക്സാണ്. ഇതിൽ എൻ്റെ എല്ലാ കളർ പെൻസ് ഉണ്ടാവില്ലേ, നമ്മൾ ബ്രഷ് പെന്ന് പോലെ കളർ പെന്ന്, ബ്രഷ് പെന്നൊക്കെ ഉള്ളൊരു പൗച്ചാണ്. ഇതാണ് എൻ്റെ ഇതിലുള്ള ഏറ്റവും വലിയ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പ് പേപ്പർ പഞ്ച്. ആൻഡ് ഇതെൻ്റെ മിനി സൈസാണ്. ഇത് കോർണർ പഞ്ചാണ്. ഇത് നല്ല യൂസബിൾ ആയിട്ടുള്ളതാണ്. ജേർണലിങ്ങിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ എഡ്ജസൊക്കെ കോർണർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പഞ്ചസാണ് ഇത് രണ്ടും. ആൻഡ് കുറച്ച് ഗ്ലൂസ്, ടേപ്സ് അതൊക്കെയാണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ എപ്പോഴോ മേടിച്ച് വെച്ച റോളർ ഗ്ലൂ ടേപ്പ് എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൽ വെക്കാൻ വിചാരിച്ചു. ദിസ് കൈൻഡ് ഓഫ് ഗ്ലൂസ് ഐ ആം കറൻ്റ്ലി യൂസിങ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ റോളറുണ്ട്, റോളറ്, ടേപ്പ്, അതേപോലെ ഗ്ലൂ സ്റ്റിക്ക്. പിന്നെ കറൻ്റ്ലി ആണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു ഫെവിക്കോളാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും, പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഞാൻ ഷോപ്പ് ABC എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണത്. അതും ഞാൻ എപ്പോഴും ഇതിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. അതേപോലെ മിനി സ്റ്റിക്ക് ബുക്സും. സോ ഫൈനലി നമ്മുടെ ഏറ്റവും അടിയത്തെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്.
അതിൽ എൻ്റെ കയ്യിലുള്ള എനിക്ക് അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങൾ ഞാനതിൽ വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ബട്ട് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മേലത്തെ സെക്കൻഡ്, അതായത് മിഡിൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ എൻ്റെ വാഷി ടൈപ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കില്ല. ആദ്യം ഞാൻ വിചാരിച്ച് വെർട്ടിക്കലായിട്ട് വെക്കാമെന്ന്, പക്ഷേ പിന്നീട് ഞാനത് മാറ്റി ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അറ്റ് ഫസ്റ്റ് ഐ തോട്ട് എന്താ പറയുക, ഓരോ കളർ വേസിൽ ഇപ്പോൾ ഗ്രീൻ കളർ ഒരു സൈഡിൽ, പിങ്ക് കളർ, അങ്ങനെ ഷെയ്ഡ്സ് ഒരു സൈഡിൽ വെക്കാം അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ എനിക്ക് എന്തായാലും നല്ല രീതിക്ക് വ്യൂ കിട്ടും എങ്ങനെ ആയാലും, അപ്പോൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്നാലും മാക്സിമം ഒരേ സൈസ് ഉള്ളത് നോക്കിയിട്ട് ഞാൻ വെക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും, ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നിയെങ്കിലും അറേഞ്ച് ചെയ്ത് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ അത് തുറന്നിട്ട് അതൊന്നും എടുക്കാനും തോന്നുന്നില്ല, കാരണം എപ്പോഴും ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജേർണലിങ് ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഞാൻ എടുത്തത് വീണ്ടും തിരിച്ച് അവിടെ തന്നെ വെക്കണില്ല. അപ്പോൾ അതാണ് ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പോൾ വീണ്ടും ഇത് എന്താണ് ക്ലട്ടറായി പോവും. അപ്പോൾ ഡീക്ലട്ടർ ചെയ്യണമെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഇത് കഴിഞ്ഞതൊന്ന് കണ്ടപ്പോൾ ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ വാഷി ടൈപ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വാഷി കാർഡ്സ് ആണ്, ഞാൻ തന്നെ മെയ്ഡ് ചെയ്തിട്ടുള്ള വാഷി കാർഡ്സ് ആണ്. ഇനി ഏറ്റവും മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ജേർണലിങ് ടൂൾസാണ് ഞാൻ വെക്കുന്നത്. സിസേഴ്സ്, ട്വീസേഴ്സ്, പേപ്പർ ക്ലിപ്സ്, സ്മോൾ നെയ്ഫ് കട്ടർ, അങ്ങനെ എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. സോ ഫൈനലി ഇറ്റ്സ് ഓവർ. നമ്മൾ ഓർഗനൈസ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ടൂൾ ബോക്സ് ആയിരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം.